ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. 21 ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ 11ാമത്തെ ദിവസത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. ഇന്ന് നമ്മൾ എന്തൊക്കെ നേടിയെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെല്ലാം അടിത്തറയായിട്ട് നിന്ന ഒരു കാര്യമുണ്ട്. അതാണ് നമ്മൾ നേടിയ അറിവും നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാരും. അപ്പോൾ ഇന്ന് നമ്മൾ നന്ദി പറയാൻ പോകുന്നത് നമുക്ക് കിട്ടിയ അറിവിനും വിദ്യാഭ്യാസത്തിനും അത് പകർന്നു തന്ന ഗുരുക്കന്മാർക്കും നന്ദി പറയുകയാണ്. നമ്മൾ അക്ഷരങ്ങൾ വായിക്കാനും എഴുതാനും ഒക്കെ പഠിച്ചത് മുതൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വരെ നമ്മൾ നേടിയ അറിവാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. അറിവെന്ന് പറയുന്നത് വെറും ഒരു പുസ്തകം വായിച്ചിട്ട് പഠിക്കുന്നതല്ല. നമുക്ക് ശരിയും തെറ്റും ഒക്കെ തിരിച്ചറിയാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും നമ്മെ പ്രാപ്തമാക്കുന്നത് ഈ അറിവാണ്. എന്നാൽ ലോകത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാനായിട്ട് വിദ്യാഭ്യാസം നമ്മളെ സഹായിച്ചു. ഇത് നമുക്ക് നൽകിയ ആത്മവിശ്വാസം വലുതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ അറിവിനും വിദ്യാഭ്യാസത്തിനും ഇന്ന് മനസ്സറിഞ്ഞ് നന്ദി പറയുക. ഇനി നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം വീശിയ ഒരുപാട് ആളുകളുണ്ട്. അത് സ്കൂളിലും കോളേജിലുള്ള അധ്യാപകർ, ഇനി ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മളെ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ച നമ്മുടെ മാതാപിതാക്കൾ, മുതിർന്നവർ, സുഹൃത്തുക്കൾ, ഇവരെല്ലാം നമ്മുടെ ഗുരുക്കന്മാരായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അവരുടെ സമയവും അവരുടെ അറിവും ക്ഷമയോടെ നമുക്ക് പകർന്നു നൽകിയതിന് ഇന്നത്തെ നിലയിലേക്ക് നമ്മളെ വളർത്തിയെടുത്തത് അവരാണ്. അതുകൊണ്ട് അവർക്ക് ഇന്ന് മനസ്സറിഞ്ഞ് നമുക്ക് നന്ദി പറയാം. ഇനി ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നമ്മൾ നേടിയ അറിവും നമുക്ക് വഴികാട്ടിയ ഗുരുക്കന്മാരുമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. അത് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ വ്യക്തി ആകുമായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണടച്ചിട്ട് ഒരിടത്തിരിക്കുക, എന്നിട്ട് മനസ്സിൽ പറയുക, എനിക്ക് കിട്ടിയ അറിവിനും വിദ്യാഭ്യാസത്തിനും എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാർക്കും ഞാൻ നന്ദി പറയുന്നു. അത് മനസ്സറിഞ്ഞ് നന്ദി പറയുക. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസത്തെ പ്രാക്ടീസുമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ദൈവികമായ സംരക്ഷണവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.